അസീം മുനീർ എന്താണോ പറഞ്ഞത് അത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ചോദിക്കുന്നത് കണ്ടു. ഇപ്പോൾ ട്രംപ് എന്താണോ പറയുന്നത് അത് ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇത് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ അതോ ഇന്ത്യ വിരുദ്ധരുടെ പ്രതിപക്ഷ നേതാവാണോ? സംശയം എന്താ? അദ്ദേഹം ഇന്ത്യ വിരുദ്ധരുടെ പ്രതിപക്ഷ നേതാവല്ല, ഇന്ത്യ വിരുദ്ധരുടെ മിശിഹയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിൻ്റെ കാര്യം ശ്രീജിത്ത് ചോദിച്ചല്ലോ. അതുപോലെ തന്നെ ട്രംപ് വെകിളി പിടിച്ച് വട്ടളകി പരസ്പര ബന്ധമില്ലാതെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങി. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് വ്യക്തമാണ്, അല്ലേ? നമ്മളിങ്ങനെ ഈ വെകിളി പിടിച്ച് സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, പിന്നെ പൊട്ടത്തരം പറയുന്നതൊക്കെ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോഴാണ്. എൻ്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴാണ്, എനിക്ക് ചവിട്ടി നിൽക്കാൻ നിലമില്ലാതാകുമ്പോഴാണ് ഞാൻ കൈകാലിട്ടടിക്കുന്നതും ഉച്ചത്തിൽ നിലവിളിക്കുന്നതുമൊക്കെ, അല്ലേ? അതുതന്നെയാണ് ട്രംപിൻ്റെ അവസ്ഥ. അമേരിക്ക വലിയ കടക്കണിയിലാണ്. അപ്പോൾ ട്രംപിന് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു 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 ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതേ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി. ട്രംപ് വിളിച്ചു പറയുന്ന അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്ന് ഏറ്റുപറയുക. കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രതികരണം വന്നിരുന്നു. പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ, മരിച്ചുപോയ ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ സർദാരി പറയുകയാണ്, ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഞങ്ങൾക്ക് ആളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമല്ലേ? അസിം മുനീർ പറയേണ്ടത് രാഹുൽ ഗാന്ധി പറയുകയാണ്. അസിം മുനീർ പാകിസ്ഥാനിൽ ഇരുന്ന് പക്ഷെ പറയേണ്ട യഥാർത്ഥ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പഴയ കോൺഗ്രസ്സുകാരന്റെ അതേ അധികാരത്തോടു കൂടി ഇപ്പോൾ പെരുമാറുന്ന ശശി തരൂരാണല്ലോ. ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പരിഹാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായി മറുപടി നൽകുന്നുണ്ടല്ലോ. ശശി തരൂർ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി യാതൊരു കൂട്ടുത്തരവാദിത്വവും ഇല്ലാതെ പൊളിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഇന്നലെ പകൽ പോലെ തെളിഞ്ഞു, ആ കാര്യം വ്യക്തമായി. കോൺഗ്രസിൽ നിന്ന് തന്നെ രാജീവ് ശുക്ല എന്താ പറഞ്ഞത്? രാജീവ് ശുക്ല വളരെ വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ നിർജീവമായ സമ്പദ് വ്യവസ്ഥ എന്ന ട്രംപിൻ്റെ ആരോപണത്തെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിനെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ, പ്രസ്താവനയെ അദ്ദേഹം 100% തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയുമായിരുന്ന കാലത്ത് ആരംഭിച്ച പരിഷ്കരണമാണ്, സാമ്പത്തിക പരിഷ്കരണമാണ്. അന്ന് വലിയ രീതിയിൽ എതിർപ്പ് ഉയർന്നു നമ്മുടെ ഇടതുപക്ഷത്തു നിന്ന്. അവരങ്ങനെയാണല്ലോ, അവർ വേറൊരു രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ച് വലിയൊരു, എന്താ പറയുക, വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് ശക്തമായ അടിത്തറയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു ഇന്ത്യ. അതിനുശേഷം വന്ന വാജ്പേയി സർക്കാർ ഇടക്കാലത്ത് കുറച്ച് നാൾ ഈ ദേവഗൗഡയും ഐ കെ ഗുജറാളും ഒക്കെ ഭരിച്ചെങ്കിലും നരസിംഹറാവുവിൻ്റെയോ മൻമോഹൻ സിംഗിൻ്റെയോ ഏതെങ്കിലും ഒരു സാമ്പത്തിക പരിഷ്കരണത്തെ മാറ്റിമറിക്കാൻ അവർ ശ്രമിച്ചില്ല. അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിലാണല്ലോ അവരൊക്കെ വരുന്നത്, കോൺഗ്രസ് പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയല്ലേ. എന്താ സംഭവിച്ചത്? അന്ന് അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിമറിക്കായിരുന്നല്ലോ, അധികാരം അവരുടെ കയ്യിലുണ്ടല്ലോ. അത് ചെയ്തില്ലല്ലോ അവർ. അതെങ്ങനെ ചെയ്യും? സർക്കാരുകൾ തുടർച്ചയാണ്, അല്ലേ? സർക്കാരുകൾ വരും പോകും ഒക്കെ സംഭവിക്കും. പോളിസി ഒരു സർക്കാർ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കലാണ് പിന്നാലെ വരുന്ന സർക്കാരുകളുടെ ജോലി. അപ്പോൾ അവിടെ ഒരു മാറ്റവും വരുത്തിയില്ല. അതിനുശേഷം വന്നത് വാജ്പേയിയാണ്. വാജ്പേയിയും മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാനാണ് ശ്രമിച്ചത്, അല്ലേ? വലിയ രീതിയിൽ അതിന് പ്രോത്സാഹനം കൊടുത്തു. രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ ട്രംപ് പറഞ്ഞത്, ഈ നിലവിൽ നിർജീവമായ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇപ്പോൾ ട്രംപ് പറയുകയാണ്. അതെ, പക്ഷെ ട്രംപും അസീം മുനീറും പറയുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തിരിച്ചാണല്ലേ? അതെ, തിരിച്ചാണ് എന്ന് മാത്രമല്ല, മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലിയേറ്റ് കാണാമല്ലോ, മരുമകളുടെ കണ്ണീര് കാണാമല്ലോ എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. അതുപോലെയാണ് ഈ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇതെങ്ങനെയെങ്കിലും നശിച്ച് പണ്ടാരം അടങ്ങിയാലും സാരമില്ല, എനിക്ക് ആ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കണം. ഈ കൊച്ചു കുട്ടികൾ, നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ വാശി പിടിക്കുമല്ലോ, എനിക്ക് എക്ലെയർസ് വേണം, എനിക്ക് ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഈ ഇയാൾക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു പദവിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേര എന്നുള്ളതാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ നെഹ്റു കുടുംബത്തിൽ ജനിച്ചു, ഇന്ദിരയുടെ കൊച്ചുമകനാണ്,
രാജീവ് ഗാന്ധിയുടെ മകനാണ്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മുമ്മയും ഒക്കെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് എന്നൊക്കെയാണ്. അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയം. നമ്മൾ ആരും അവരുടെ ആ ബലിദാനത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല. അതൊക്കെ നമ്മൾ അതിനെല്ലാം അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ രാജ്യം കാണുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ രാഷ്ട്രം ഈ മുൻ പ്രധാനമന്ത്രിമാരെ ഒരാളെ പോലും അങ്ങനെ ഒരു ഇകഴ്ത്തിക്കാട്ടാൻ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ അച്ഛൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു, അമ്മ വെടിയേറ്റ് മരിച്ചു, ഭീകരന്മാരുടെ വെടിയേറ്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഈ രാഷ്ട്രത്തെ മുഴുവനായിട്ടും എടുത്ത് രാഹുൽ ഗാന്ധിയുടെ കാൽക്കൽ കൊണ്ട് വെക്കണമെന്നാണോ അർത്ഥമാക്കുന്നത്? അതൊന്നും ഇനി നടക്കില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല. ഇത് മാത്രമല്ല, രാജീവ് ശുക്ല മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് തരൂരും രാജീവ് ശുക്ലയും അതിനെതിരെ പറഞ്ഞു. അവർക്ക് ബോധ്യമുണ്ട് ഇത് നിർജീവമാണോ അതോ ചലിക്കുന്നതാണോ, ഇത് ജീവനുള്ളതാണോ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത്. ലോകം മുഴുവൻ 2008 ലോകം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധി വന്നു. എന്തേ ഭാരതത്തെ എന്തുകൊണ്ടത് ബാധിച്ചില്ല? എന്നാൽ 91 ആരംഭിച്ച പ്രക്രിയയാണ്. അതിൻ്റെ ആ ഒരു അടിത്തറ വളരെ ശക്തമായതുകൊണ്ട് നമ്മൾ കുലുങ്ങിയില്ല. അമേരിക്ക പോലും വലിയ പ്രതിസന്ധിയിലായിപ്പോയി. യൂറോപ്പ് വലിയ രീതിയിൽ അവർ പ്രതിരോധത്തിലായി. പക്ഷേ അപ്പോഴും നമ്മൾ എന്തിനു പറയുന്നു, ഏഷ്യൻ രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ആ സമയത്ത് ഒന്ന് ബുദ്ധിമുട്ടി, ശ്വാസം മുട്ടി. പക്ഷെ അപ്പോഴും ഇന്ത്യ വളരെ ഉറച്ച നിലപാടുകളുമായിട്ട് ഈ പ്രതിസന്ധി ഒന്നും ബാധിക്കാതെ മുന്നോട്ട് പോയി. എണ്ണവിലയൊക്കെ തകിടം മറിഞ്ഞു പോയി, നമുക്കറിയാം അല്ലേ. വലിയ രീതിയിലാണ് അക്കാലത്ത് വിലക്കയറ്റം ഉണ്ടായത് എണ്ണയ്ക്ക്. പക്ഷെ അപ്പോഴും നമ്മൾ പിടിച്ചു നിന്നു. അതിന് കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത്ര ശക്തമായതുകൊണ്ടാണ്. അതിനെ ഒന്നും മാനിക്കാതെയാണ്. ആ മൻമോഹൻ സിംഗ് തുടർന്ന സമ്പദ് വ്യവസ്ഥയിൽ നരേന്ദ്രമോദി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? നമ്മൾ സാമ്പത്തിക വിദഗ്ധരെ സമീപിച്ച് സംസാരിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. കുറേ കൂടെ കാര്യക്ഷമമാക്കി, അഴിമതി രഹിതമാക്കി, സുതാര്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോകുന്നു അല്ലേ. നേരത്തെ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ കാലമാണല്ലോ, അതിനൊക്കെ അനുമതി കിട്ടാനും മറ്റും കുറച്ച് കാലതാമസം നേരിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ കാലതാമസം ഒഴിവാക്കി സിംഗിൾ വിൻഡോ, ഏകജാലകത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശക്തമായ നടപടികളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ ഒരു ഭ്രാന്തൻ പറയുന്ന കേട്ടിട്ട് അതിനനുസരിച്ച് തുള്ളുകയാണ് ഈ രാഹുൽ ഗാന്ധി. ഇനി ഇന്ത്യ മുന്നണിയിലെ ശിവസേന ഉദ്ധവ് വിഭാഗമുണ്ട്. അതിൻ്റെ നേതാവ്, വനിതാ നേതാവ് പ്രിയങ്ക ചതുർവേദി എന്താ പറഞ്ഞത്? പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് ട്രംപിന് ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. ഇയാളെ പിടിച്ച് ചങ്ങലക്കിടണമെന്നാണ് പ്രിയങ്ക ചതുർവേദിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും രാഹുൽ ഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും വാജ്പേയി ഭരിച്ചിരുന്നപ്പോഴും രാജീവ് ഗാന്ധി ഈ വാജ്പേയി ഉൾപ്പെടെയുള്ളവർ വിവിധ ഘട്ടങ്ങളിൽ ഭരിച്ചിരുന്നപ്പോൾ ആരാണോ ആ സമയത്ത് പ്രതിപക്ഷം രാജ്യത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. പക്ഷേ ഈ പുതിയ യുവരാജാവ് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണല്ലേ ഈ ബുദ്ധിമുട്ട്. വളരെ വ്യക്തമല്ലേ. ഒരു വിദേശിക്ക് ജനിച്ച മകൻ ആ രാഷ്ട്രത്തോട് ഒരു കൂറും കാണിക്കില്ല എന്ന് പണ്ട് ചാണക്യൻ പറഞ്ഞു വെച്ചതാണ്. ഇവിടെ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മാതൃരാജ്യം ഏതാണെന്ന് അയാളോട് തന്നെ ചോദിക്കുക. അത് ഇന്ത്യയാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രമാണോ, ഇറ്റലിയാണോ എന്നുള്ളത് അയാളോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയിലാണ്. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് തന്നെ സത്യത്തിൽ ഒരു വലിയ നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി നമ്മളെ പരിഹസിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടതിന് പകരം ഇവിടെ നമുക്ക് രാഷ്ട്രീയമായ വിമർശനവും എതിർപ്പും ഒക്കെ ആകാം, ഒരു വിരോധവുമില്ല. രാഹുൽ ഗാന്ധി പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ തെറ്റുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളുണ്ട്. അവരൊന്നും ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരൊന്നുമല്ല. അപ്പോൾ അതിന് പകരം ഈ ട്രംപിനെ പോലുള്ള വെകിളി പിടിച്ചവന്മാർ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് കുറഞ്ഞ പക്ഷം അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. രാജ്യസ്നേഹം, ദേശീയ ബോധം എന്നൊക്കെ പറയുന്നത്, ദേശാഭിമാനം എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അത് ഒരിക്കലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതാണ് അതിനകത്തുള്ള സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.